എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒന്നാമത്തെ ചോദ്യം: ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവന്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത് എന്ന് പറഞ്ഞ് യേശുവിങ്കൽ ഇടറിപ്പോയതാര്? ഉത്തരം: തന്റെ പൃഥുനഗരത്തിൽ ഉള്ളവർ. 6-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ചോദ്യം 2: യേശുവിന്റെ സഹോദരന്മാർ ആരെല്ലാം? ഉത്തരം: യാക്കോബ്, യോസെ, യൂദ, ശിമോൻ. 6-ാം അധ്യായം 3-ാം വാക്യം. ചോദ്യം 3: ഒരു പ്രവാചകൻ തന്റെ പൃഥുനഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് ആരോട് പറഞ്ഞു? ഉത്തരം: യേശു തങ്കൽ ഇടറിപ്പോയവരോട്. 6-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 4: യേശുവിന് വീര്യപ്രവൃത്തികളൊന്നും ചെയ്യാൻ കഴിയാതിരുന്നത് എവിടെ, ഏത് കാരണത്താൽ? ഉത്തരം: തന്റെ പൃഥുനഗരത്തിൽ അവരുടെ അവിശ്വാസം ഹേതുവായി. 6-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ചോദ്യം 5: അനന്തരം യേശു പന്തിരുവരെ അടുക്ക വിളിച്ചു അവരെ എത്ര പേർ വീതമായി അയച്ചു തുടങ്ങി? ഉത്തരം: 2 6-ാം അധ്യായം 7-ാം വാക്യം. ചോദ്യം 6: അവരെ അയച്ചപ്പോൾ ആരുടെ മേൽ അധികാരം കൊടുത്ത് അയച്ചു? ഉത്തരം: അശുദ്ധാത്മാക്കളുടെ മേൽ. 6-ാം അധ്യായം 7-ാം വാക്യം. ചോദ്യം 7: അവരെ അയക്കുമ്പോൾ യേശു അവരോട് കൽപ്പിച്ചത് എന്തെല്ലാം? ഉത്തരം: വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത്, അപ്പവും പൊക്കണവും മടിശീലയിൽ കാശും അരുത്, ചെരുപ്പിട്ടുകൊള്ളാം, 2 വസ്ത്രം ധരിക്കരുത്. 6-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 8: ആരെങ്കിലും അവരെ കൈക്കൊള്ളാതെയും അവരുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടം വിട്ടുപോകുമ്പോൾ എന്തു ചെയ്യണമെന്നാണ് യേശു അവരോട് കൽപ്പിച്ചത്? ഉത്തരം: അവരുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞു കളവീൻ. 6-ാം അധ്യായം 11-ാം വാക്യം. ചോദ്യം 9: ശിഷ്യന്മാർ പുറപ്പെട്ടു പ്രസംഗിച്ചത് എന്ത്? ഉത്തരം: മാനസാന്തരപ്പെടണം എന്ന്. 6-ാം അധ്യായം 12-ാം വാക്യം. ചോദ്യം 10: യോഹന്നാൻ സ്നാപകൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞതാര്? ഉത്തരം: ഹെരോദ രാജാവ്. 6-ാം അധ്യായം 14-ാം വാക്യം. ചോദ്യം 11: യേശു ആരാകുന്നു എന്നാണ് പുരുഷാരം തന്നെ കുറിച്ച് പറഞ്ഞത്? ഉത്തരം: ഏലിയാവെന്ന് ചിലരും പ്രവാചകനെന്ന് മറ്റു ചിലരും. 6-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ചോദ്യം 12: ഹെരോദാവിന്റെ സഹോദരൻ ആര്? ഉത്തരം: ഫിലിപ്പോസ്. 6-ാം അധ്യായം 17-ാം വാക്യം. ചോദ്യം 13: ഫിലിപ്പോസിന്റെ ഭാര്യയുടെ പേര്? ഉത്തരം: ഹെരോദ്യ. 6-ാം അധ്യായം 17-ാം വാക്യം. ചോദ്യം 14: സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നത് നിനക്ക് വിഹിതമായൊന്ന് ഹെരോദാവോട് പറഞ്ഞതാര്? ഉത്തരം: യോഹന്നാൻ. 6-ാം അധ്യായം 18-ാം വാക്യം. ചോദ്യം 15: യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷൻ എന്നറിഞ്ഞ് അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തതാര്? ഉത്തരം: ഹെരോദാവ്. 6-ാം അധ്യായം 20-ാം വാക്യം. ചോദ്യം 16: യോഹന്നാന്റെ വചനം കേട്ടു കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോകുന്നതാര്? ഉത്തരം: ഹെരോദാവ്. 6-ാം അധ്യായം 20-ാം വാക്യം. ചോദ്യം 17: ഹെരോദാവ് തന്റെ ജനനോത്സവത്തിൽ വിരുന്ന് കഴിച്ചത് ആർക്കൊക്കെ? ഉത്തരം: തന്റെ മഹത്തുക്കൾക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്കും. 6-ാം അധ്യായം 21-ാം വാക്യം. ചോദ്യം 18: ഹെരോദാവിന്റെ ജനനോത്സവത്തിൽ നൃത്തം ചെയ്ത് വിരുന്നുകാരെയും ഹെരോദാവിനെയും പ്രസാദിപ്പിച്ചതാര്? ഉത്തരം: ഹെരോദ്യയുടെ മകൾ. 6-ാം അധ്യായം 22-ാം വാക്യം. ചോദ്യം 19: യോഹന്നാൻ സ്നാപകന്റെ ശവം കല്ലറയിൽ വെച്ചതാര്? ഉത്തരം: അവന്റെ ശിഷ്യന്മാർ. 6-ാം അധ്യായം 29-ാം വാക്യം. ചോദ്യം 20: നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവീനെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്തുകൊണ്ട്? ഉത്തരം: വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയം ഇല്ലായക കൊണ്ട്. 6-ാം അധ്യായം 31-ാം വാക്യം. ചോദ്യം 21: യേശു വലിയ പുരുഷാരത്തെ കണ്ടു അവരിൽ മനസ്സലിഞ്ഞത് എന്തുകൊണ്ട്? ഉത്തരം: അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട്. 6-ാം അധ്യായം 34-ാം വാക്യം. ചോദ്യം 22:
പുരുഷാരത്തെ ചുറ്റുമുള്ള കുടിലുകളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ കൊള്ളേണ്ടതിന് പറഞ്ഞയക്കണമെന്ന് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത് എന്തുകൊണ്ട്? ഉത്തരം: അവർ ഇരുന്നിരുന്ന സ്ഥലം നിർജ്ജന പ്രദേശമായിരുന്നു, നേരവും നന്നേ വൈകിയിരുന്നതുകൊണ്ട്. 6-ാം അധ്യായം 35-36 വാക്യങ്ങൾ. ചോദ്യം 23. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞതിന് അവർ പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം: ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ. 6-ാം അധ്യായം 37 വാക്യം. ചോദ്യം 24. പുരുഷാരം ഭക്ഷണത്തിനിരുന്നത് എങ്ങനെ? ഉത്തരം: 100ഉം 50ഉം വീതം നിരനിരയായി. 6-ാം അധ്യായം 40 വാക്യം. ചോദ്യം 25. യേശു വാഴ്ത്തി നൽകിയ 5 അപ്പവും 2 മീനും പുരുഷാരം ഭക്ഷിച്ച് ശേഷിപ്പിച്ചത് എത്ര? ഉത്തരം: കഷണങ്ങളും മീൻ നുറുക്കും 12 കൊട്ട. 6-ാം അധ്യായം 41 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 26. യേശു വാഴ്ത്തി നൽകിയ അപ്പം തിന്നവർ എത്ര? ഉത്തരം: 5000 പുരുഷന്മാർ. 6-ാം അധ്യായം 44 വാക്യം. ചോദ്യം 27. യേശു പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാരെ പടക് കയറി എവിടേക്ക് മുന്നോടുവാൻ നിർബന്ധിച്ചു? ഉത്തരം: ബത്സയിലേക്ക്. 6-ാം അധ്യായം 45 വാക്യം. ചോദ്യം 28. ശിഷ്യന്മാരെ പറഞ്ഞയച്ചു വിട്ട ശേഷം യേശു എവിടേക്ക് പോയി? ഉത്തരം: പ്രാർത്ഥിപ്പാൻ മലയിൽ. 6-ാം അധ്യായം 46 വാക്യം. ചോദ്യം 29. യേശു കടലിന്മേൽ നടന്നു ശിഷ്യന്മാരുടെ അടുക്കൽ പടകിൽ എത്തിയതെപ്പോൾ? ഉത്തരം: ഏകദേശം രാത്രി 4-ാം യാമത്തിൽ. 6-ാം അധ്യായം 48 വാക്യം. ചോദ്യം 30. ശിഷ്യന്മാർ അപ്പത്തിന്റെ സംഗതി ഗ്രഹിച്ചില്ല, കാരണം അവരുടെ ഹൃദയം കടുത്തിരുന്നതുകൊണ്ട്. 6-ാം അധ്യായം 52 വാക്യം. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി മറ്റുള്ളവരിലും എത്തിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.